ചരിത്രത്തിൽ ഒരു സംസ്ഥാനത്തും നമ്മൾ വലിയ ശക്തമായ പോലീസിൻ്റെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവം നടന്നിട്ടില്ല, നടക്കുകയില്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം, 8 വർഷമായി ഗവൺമെൻറ് വന്നിട്ട് 1,35,000 സ്ത്രീകളെയാണ് പീഡനത്തിന് വിധേയമാക്കിയതിൻ്റെ കേസ് എടുത്തിരിക്കുന്നത്. 1,35,000 ആളുകൾ. കേരളത്തിൽ കൂട്ടബലാത്സംഗം നടക്കുന്നതിനകത്ത് മന്ത്രിയുടെ പിൻബലത്തോടുകൂടി SP, DYSP, CI, നിങ്ങൾ ചാനലാടുന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്തെ സംഭവം എന്താണെന്ന്. SP ആണ് ഒരു ലേഡീനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് ബലാത്സംഗം ചെയ്യുന്നത്. CI ആണ് പിന്നീട് പുറകെ വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് DYSP ആണ്. ഇതെന്ത് കഥ, ഇതെന്ത് നാട്, ഇതെന്ത് കഥ? എന്തെങ്കിലും മലപ്പുറം ജില്ലയിൽ ഈ കരിപ്പൂർ വിമാനത്താവളം ഉള്ളതുകൊണ്ട് ഒരുപാട് പോരായ്മകൾ നേരത്തെയുണ്ട്. പക്ഷേ ഇത്രയും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും വലിയ ഒരു സംഭവം നടക്കുക, കടന്നു വരിക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. ഞാൻ ആ വനിതയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ കേൾക്കായിരുന്നു. ആ ലേഡിയെ കൊണ്ട് കള്ളു കുടിപ്പിച്ചു, അവർ തട്ടിമാറ്റിയപ്പം ബലാത്കാരമായി കള്ളു കുടിപ്പിച്ചു, എന്നിട്ട് അവരെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ രാജ്യയുടെ ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ ഗവൺമെൻറ് നാണോ മാനോ ഇല്ലേ? ഇത്രയും വൃത്തികേട് നടക്കുന്നതിനിടയ്ക്ക് കോടാനുകോടികൾ വെട്ടിയെടുത്ത് കൊണ്ടുപോകുന്നു മുഖ്യമന്ത്രി. അഴിമതിയുടെ കൂത്തരംഗമാണ്. ഇത്രയും വലിയ അഴിമതി നടന്ന് ഞാൻ ചോദിക്കുന്നു, CPM ഇടതുപക്ഷക്കാർ മുമ്പും ഭരിച്ചിട്ടില്ലേ കേരളത്തിൽ? എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു? ആരെക്കുറിച്ചെങ്കിലും ഞങ്ങൾ ആരെങ്കിലും, മാധ്യമങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്ന് പറയുന്നത് ഈ നാട് നശിപ്പിക്കാൻ വന്നവരാ, ഈ നാട് ദൂത്തടിക്കാൻ വന്നവരാ, ഈ നാടിനെ കൊള്ളയടിക്കാൻ വന്നവരാ. ആ സർക്കാർ ഇനി കേരളത്തിൽ ആവശ്യമില്ല. കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ ഈ സർക്കാർ വേണ്ടെന്ന് പറയുന്നു. പ്രായമുള്ളവർക്ക് വരെ ചാരിത്രം സംരക്ഷിക്കാൻ സാധിക്കാത്തൊരു നാടായി ഈ നാട് മാറി. അതും ആര്? ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിയമം നടപ്പിലാക്കേണ്ടവർ, അവരാണ് അവിടെ പ്രതിക്കൂട്ട് നിൽക്കുന്നത്. ഈ രാജ്യം നന്നാവണമെങ്കിൽ പിണറായി വിജയൻ ഒഴിഞ്ഞു പോകണം. കള്ളപ്പണം ഉണ്ടാക്കി രാജ്യത്ത് സുഖിച്ച് ജീവിക്കുന്ന പിണറായി വിജയനോട് അതിൻ്റെ അങ്ങനെ ഒരുത്തൻ, എന്താണ് അവൻ്റെ പേര്, നമ്മളെ CPM MLA അൻവർ. അപ്പോൾ അൻവർ ആദ്യം വാളെടുത്തു, ഒന്ന് കുലുക്കി നോക്കി, പക്ഷെ ആളെ വാള് വെച്ചിട്ടാണ് ഉള്ളത്. അൻവറിനൊക്കെ നട്ടലുണ്ടെങ്കിൽ അൻവറൊക്കെ പടപെട്ടണമെന്നായാണ് ഞാൻ പറയുന്നത്. അൻവറായാലും അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരായ MLA മാരുണ്ട്. അവർക്കൊക്കെ ഒരു പുതിയ കാഴ്ചപ്പാട് ഈ പാർട്ടിക്കകത്ത്. പാർട്ടി നന്നാവേണ്ടേ? അറ്റ്ലീസ്റ്റ് പാർട്ടി വേണ്ടേ? ഇവർക്ക് ഭരണം വിട്, പാർട്ടി വേണ്ടേ? ഇടതുപക്ഷം വേണ്ട എന്ന് പറയുന്നവരല്ല ഞങ്ങൾ ഈ സംസ്ഥാനത്തും ഇന്ത്യയിലും ഇടതുപക്ഷം വേണമെന്ന് വിശ്വസിക്കുന്നവരാ. കാരണം തെറ്റുകൾ തിരുത്താൻ പ്രതിപക്ഷം, ആ പ്രതിപക്ഷമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷം വേണമെന്ന് ഞങ്ങൾ പറയുന്നു. പക്ഷേ പെണ്ണ് പിടിക്കാനുള്ള ഇടതുപക്ഷം വേണ്ട, കൈക്കൂലി വാങ്ങി കൊള്ളയടിക്കാനുള്ള ഇടതുപക്ഷം വേണ്ട, അഴിമതി നടത്തി കോടികൾ വെട്ടിപ്പിടിക്കാനുള്ള ഇടതുപക്ഷം വേണ്ട. ഇടതുപക്ഷത്തിൻ്റെ ദൗത്യം കേരളത്തിലെ പാവപ്പെട്ട താഴെത്തട്ടിലെ ജനങ്ങൾക്ക് അവരുടെ പാപമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ഇടതുപക്ഷം ഇറങ്ങിയാൽ ഇടതുപക്ഷത്തോടൊപ്പം പുതിയ തലമുറ പോകും. അതുകൊണ്ട് തെറ്റ് തിരുത്താൻ ഒന്നുകിൽ CPM തയ്യാറാകണം. ഒരു ഭാഗത്ത് അൻവറെ വെട്ടാൻ മുഖ്യമന്ത്രി ആയുധമെടുക്കുകയാണ്, മറുഭാഗത്ത് ശശിയെ വെട്ടാൻ മുഖ്യമന്ത്രി ആയുധമെടുക്കുകയാണ്. IP ജയരാജനെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ട്. ആ പാർട്ടിക്കകത്ത് തന്നെ വിപ്ലവമാണ്, ആ പാർട്ടിക്കകത്ത് തന്നെ ആഭ്യന്തര കലാപമാണ്. അത് തീർത്തിട്ട് വേണ്ടേ നാടിൻ്റെ കലാപം തീർക്കാൻ? മുഖ്യമന്ത്രിക്ക് അതിന് സമയമില്ല. അതുകൊണ്ട് ഈ നാട് നശിച്ച് പുറകോട്ട് പോകുന്നു. പക്ഷേ ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അതിനെ തടയിട്ട് നിർത്തും. സമരത്തിൻ്റെ മുമ്പിൽ ഈ സർക്കാരിനെ കൊണ്ട് മുട്ടുകുത്തിച്ച് തെറ്റ് ഞങ്ങൾ തിരുത്തിക്കും. അങ്കിൾ SP വിളിക്കുന്നതായ കലക്ടർ മുഖ്യമന്ത്രിയെ അങ്കിൾ. ഏത് നാടിത്? എവിടെ നിന്നോ കടന്നു വന്നൊരു IPS കിട്ടിപ്പോയി എന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിനെ വിളിക്കുക അങ്കിൾ. ഈ സ്ത്രീയോട് പറയാണ് എൻ്റെ അങ്കിളാണ്, അതുകൊണ്ട് എനിക്കെതിരെ പരാതി പറയാൻ പോയാൽ നിന്നെ വിടൂല. എന്താ കഥ? ഞാൻ ശരിക്കും ഞാൻ ഇന്ന് രാവിലെ തരിച്ചിരുന്ന് കേൾക്കുകയാണിതല്ലോ. എൻ്റെ ഓർമ്മയിലും എൻ്റെ അറിവിലും ഇങ്ങനത്തെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതാദ്യത്തെ സംഭവം.
ഞാൻ ചോദിക്കുന്നു, ഇത്രയും നടന്നിട്ട് മോളെ ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി എന്തിനിവിടെ? ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് ഇവിടെ അറിയാത്തൊരു മുഖ്യമന്ത്രി ബധിരനാണോ, കുരുടനാണോ? ആണോ? അങ്ങനത്തെ ഒരു മുഖ്യമന്ത്രി എന്തിനാ ഈ സംസ്ഥാനത്ത്? തനിക്കത് നടത്താൻ ഭരിക്കാൻ കഴിയില്ലെങ്കിൽ ആണുങ്ങളെപ്പോലെ രാജിവെച്ചിട്ട് പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്രയോ ആളുകൾ വേറെയില്ലേ? പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ? പിണറായി വിജയനേക്കാൾ ക്വാളിറ്റിയുള്ള എത്രയോ ആളുകൾ CPM ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് CPM എന്ന് പറയുന്ന പാർട്ടി നശിച്ച് കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനം ജനാധിപത്യ സംവിധാനത്തിൽ അനിവാര്യമാണ് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ പാർട്ടി നശിക്കണമെന്നോ തകരണമെന്നോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതൊക്കെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഈ നാടിൻ്റെ നേട്ടവും നാടിൻ്റെ പുരോഗതിയും ലക്ഷ്യമിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇടതുപക്ഷമാവണം. അതല്ലാതെ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വ്യഭിചരിച്ച്, കണ്ട സർക്കാർ ഓഫീസിൽ കയറി സാമ്പത്തിക അഴിമതി നടത്തി, കച്ചവടം നടത്തി, ബിസിനസ് നടത്തി, കള്ളപ്പണം കൊള്ളപ്പണം ഉണ്ടാക്കി മാറ്റി അങ്ങനെ ജീവിക്കുന്ന ഒരു ഇടതുപക്ഷം ഈ നാട്ടിൽ വേണ്ട.